എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് അവൽ വെച്ചിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്നൊരു 15 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. മെയിനായിട്ട് അവലും പാലും ഒക്കെയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഇത് അവൽ വെച്ചിട്ടാണ് ചെയ്തതെന്നൊന്നും പറയില്ല, കഴിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഇത് കുട്ടികൾക്കാണെങ്കിലും അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോഴും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 1 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ അവലെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതാദ്യം തന്നെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അല്ലാതെ നമ്മൾ വറുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് മൊരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കിതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ താഴെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 തവണ ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ അവൽ നല്ല സോഫ്റ്റായി കിട്ടും. നമ്മൾ ഒത്തിരി നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ശരിയാവില്ല. അങ്ങനെ കുതിർത്തി എടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ വെള്ളം ഒന്ന് ഒഴിച്ച് കഴുകുമ്പോൾ തന്നെ അവൽ നല്ല സോഫ്റ്റായി കിട്ടും. ഒത്തിരി കട്ടിയൊന്നുമില്ലല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അവലൊക്കെ ഞാൻ നന്നായിട്ട് 2-3 തവണ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അവലൊക്കെ. ഇത്രയും മതി നമുക്ക്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന അവലാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവൽ നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. ഇത് നമുക്കിനി നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഇത് നമ്മൾ കഴുകിയെടുത്തേക്കുന്നതുകൊണ്ട് വറുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഉണ്ടാവുക. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി കളർ മാറേണ്ട ആവശ്യമില്ല. ദാ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും നല്ല പഞ്ഞു പോലെയാണ് ഇരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചിട്ടുള്ള പാലാണ്, തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണ് കേട്ടോ ചേർക്കുന്നത്. പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാലൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പാൽ ചേർത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ പാലൊക്കെ അവലിലേക്ക് ഇറങ്ങിയിട്ട് ഇതുപോലെ വറ്റി വരും. നല്ല ഡ്രൈ ആയിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ തന്നെ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ സ്വീറ്റ് കഴിക്കുന്ന സമയത്ത്. അതുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പിനടുത്ത് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും നമ്മുടെ ഈ ഒരു സ്വീറ്റിന്. അപ്പോൾ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ അലുത്തിട്ട് ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നമ്മളിതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിപ്പോൾ വെള്ള കളറായിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്വീറ്റിന് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ഇട്ടിട്ട് ഒന്നെങ്കിൽ കുതിർത്തെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കളർ വേണമെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ നമുക്ക് സ്വീറ്റ് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കുക. ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവമുണ്ട്, അതുവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് എടുക്കുള്ളൂ. അതിനുള്ളിൽ തന്നെ ഇത് പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരും. അപ്പോൾ നമ്മൾ ആ കളർ ചേർത്തുകൊണ്ട് തന്നെ ഒരു മഞ്ഞ കളർ കിട്ടും നമ്മുടെ ഈ സ്വീറ്റിന്. കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കുങ്കുമപ്പൂവോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി, ഏത് ചേർത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതാ പാനിൽ നിന്നൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ട്രേ എടുത്തിട്ട് അതിലൊന്ന് നന്നായി നെയ്യ് തടവിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ അവലിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്പൂണിൽ നെയ്യ് തടവിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാനതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷെ നമ്മൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുകൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ അതിൽ നന്നായിട്ടിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്വീറ്റ്. ഇനി നമുക്കിത് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം. പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി, നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മുടെ സ്വീറ്റ് ഇപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്.
ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ സാധാരണ നല്ല നമ്മൾ ബർഫിയൊക്കെ കടയിൽ നിന്ന് വാങ്ങില്ലേ, അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടമാവും. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായിട്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.